ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആദർശ് പറഞ്ഞു ബീഫ് കൊണ്ടുവരാം, ശനിയാഴ്ചയല്ലേ, അപ്പോൾ ബീഫ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ അമ്മയും മക്കളും കൂടി വീട്ടിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കടയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളും കൂടി ആയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. പിന്നെ അതിന് മുമ്പ് കുറച്ച് അടുക്കളപ്പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കി. പിന്നെ പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തൈരിലോട്ട് ഒഴിച്ചതാണ്. നാളത്തേക്കോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. തൈര് തീരണേക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കലാണ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതൊരു വീക്ക്നെസ്സാണ്, തൈര് തീരണേക്ക് മുമ്പ് അടുത്ത തൈര് ഇങ്ങനെ ഉണ്ടാക്കി വെക്കൽ. അപ്പോൾ ഒരു ചൂടാണെങ്കിൽ നമുക്കൊരു മോര് കലക്കി ആണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെയാണ് എപ്പോഴും തൈര് ഉറൊഴിച്ചിങ്ങനെ വെക്കണത്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാറില്ല. ചോറൊക്കെ വെച്ചായിരുന്നു, പിന്നെ കുടിക്കാനും വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ ചോറിൻ്റെ കുക്കറിൻ്റെ വിസിൽ പോയിട്ടില്ല, അപ്പോൾ അത് ഏറി പോയതിന് ശേഷം വേണം കോരി വെക്കാനായിട്ട്. അപ്പോൾ അടുക്കളപ്പണിയൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി. പിന്നെ തുണി എടുക്കാനുണ്ടായിരുന്നു, കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ അങ്ങോട്ട് എടുത്തു. ഞാൻ തുണി എടുക്കാൻ പോയപ്പോഴത്തേക്കും ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് രണ്ടും കൂടി. ഞാൻ ഇച്ചിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാണ്. അമ്മ പെട്ടെന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ വിട്ടത്. 100 വരെയൊക്കെ എണ്ണും, അതിന് മുമ്പ് അമ്മ വന്നെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി തുണിയൊക്കെ എടുത്തിട്ട് അപ്പം ഞങ്ങൾ കടയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുരിശുപള്ളി പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിനടുത്തൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ കുരിശുപള്ളി പോയപ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരി എത്തിച്ചായിരുന്നു. പിന്നെ ഒരു ദിവസം പോയപ്പോഴത്തേക്കും ഞങ്ങൾ പൈസ ഇട്ടായിരുന്നു. ഇന്നിപ്പോൾ പോകുമ്പോൾ പൂക്കൾ കൊണ്ടുപോയി ദൈവങ്ങൾക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഒരു വെറൈറ്റി അല്ലേ, അപ്പോൾ പൂവൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ ദൈവങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പൂ ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കുറേ മന്ദാരം ഉണ്ട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറേ മന്ദാരമായിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്യണോണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ലോണം രാവിലെയൊക്കെ കാണുമ്പോൾ നല്ല ഫ്രഷായിട്ട് മന്ദാരമൊക്കെ പൂത്തിങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല രസമാണ്. ആദ്യമേ നേരെ കുരിശുപള്ളിയിൽ ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നേരെ കടയിലോട്ട് പോകാമെന്നാണ് വിചാരിക്കണത്. കാരണം ലേറ്റ് ആയിരുന്നു, ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം ലേറ്റ് ആവാണ്ടിരിക്കണതാണ് നല്ലത്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ കുരിശുപള്ളിയിലോട്ട് വന്നു. കാരണം കടയിൽ കയറി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി നിന്നാൽ കടയിൽ എന്തായാലും കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ഇവിടെ പള്ളിയിൽ കയറിയിട്ട് എന്തായാലും കടയിലോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു, പിന്നെ പൂവൊക്കെ വെച്ചു. അതിനുശേഷം ഞങ്ങൾ കടയിലേക്ക് ചെല്ലുകയാണ്. കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കാരണം നാളെ ഞായറാഴ്ചയല്ലേ, നാളെ ഓശാന ഞായറാണ്. അപ്പോൾ നാളെ രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ഞങ്ങൾ കടയിലെത്തി. ഇതാ നോക്കിയേ, കണിവെള്ളരി, പിന്നെ അതായത് കുഞ്ഞു മത്തങ്ങ, ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നാടനാണ്, പക്ഷെ മത്തങ്ങ നാടനല്ല, ഈ വെള്ളരി നാടനാണ്. കാരണം ഇവിടെ തന്നെ കൃഷി ചെയ്യണതാണ് ആൾക്കാർ. അങ്ങനെ അതൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ, അത് കണി വെക്കാനൊക്കെ അല്ലേ, അങ്ങനെ കണിയൊന്നും വെക്കാറില്ല, വിഷുവിന് കണിയൊന്നും വെക്കാറില്ല. അപ്പോൾ അങ്ങനെ വെള്ളരിയൊക്കെ വന്നപ്പോൾ ഒന്ന് കാട്ടിയെന്നേ ഉള്ളൂ, അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് കാട്ടിയെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വില നോക്കി എടുക്കുകയാണ്. അതാ ഇവിടെ ഒരു വലിയൊരു മസാലയുടെ പൊടിക്കാത്ത ഒരു പാക്കറ്റ് ഉണ്ട്, അതിന് 30 രൂപ. പിന്നെ പൊടിക്കാത്ത മസാല തന്നെ 10 രൂപയുടെ ഉണ്ട്. നമ്മളേതാ എടുക്കണേ? 10 രൂപയുടെ അല്ലേ എടുക്കുള്ളൂ. ഞാൻ 10 രൂപയുടെ എടുക്കുള്ളൂ കേട്ടോ. കാരണം ഒരു ബീഫ് കറിയിൽ ഇടാനല്ലേ, പക്ഷെ കുറേ ഉണ്ടാവും താനും, ഇത്രയൊന്നും നമുക്ക് വേണ്ടതന്നെ, ഒരു ഇച്ചിരി ഇടുള്ളൂ മസാലയൊക്കെ. അപ്പോൾ ഞാൻ 10ൻ്റെ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കറിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് കൊട്ടയും ചുമന്നുകൊണ്ട് വരികയാണ്. ഞാൻ ഇവിടെ വന്ന കൊട്ടയുടെ കാര്യങ്ങൾ മറക്കും, പക്ഷേ പിള്ളേർക്ക് നല്ല ഓർമ്മയാണ്, അവരെടുത്തുകൊണ്ടും വരും. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് എടുത്തിടാൻ എളുപ്പമല്ലേ, അല്ലെങ്കിൽ ഞാൻ കയ്യിലിങ്ങനെ കൂട്ടി ഇങ്ങനെ പിടിക്കും ഓരോന്ന്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അവിടെ. അങ്ങനെയായിരുന്നു. അപ്പോൾ പിള്ളേർ കൊള്ളാം. ഞാനങ്ങനെ നാരങ്ങ നോക്കുകയാണ് കേട്ടോ. നാരങ്ങ നാളെ ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും വെയിലും ചൂടൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ നാരങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്കും ഇപ്പോൾ ന്യൂസ് സെലക്ട് ചെയ്തതാണ് കേട്ടോ. നല്ല ചീഞ്ഞ നാരങ്ങ, അത് ചീത്തയായിരുന്നു. നല്ല അവൾ സമ്മതിക്കണ്ടായിരുന്നില്ല, അവൾ വേറെ എടുക്കണമായിരുന്നു. കുഞ്ഞിക്കൈകൾ കുറേ ഇട്ട് വിരകി അങ്ങനെയൊക്കെ എടുത്തു നാരങ്ങ. അതിനുശേഷം എന്താ ഈ പരിപ്പിൻ്റെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദാൽ പരിപ്പിൻ്റെ പോലത്തെ എന്താ സംഭവമാണ്, ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. 10 രൂപയും ഉള്ളൂ. അതും ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ പിള്ളേർക്ക് വേണ്ടതും എടുത്തായിരുന്നു. അവർക്ക് വേറെ എരിവുള്ള സംഭവമാണ് കേട്ടോ അവർ മേടിച്ചത്. വല്ലപ്പോഴും അല്ലേ, ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. റോട്ടിലൊക്കെ ലൈറ്റ് ഇട്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് സന്ധ്യ ആയായിരുന്നു, ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇത് പൊന്നൂസ് സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഒടുക്കത്തെ എരിവാണ്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്, പക്ഷേ പൊന്നൂസിന് അത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ആദർശ് പണി കഴിഞ്ഞ് വന്നു. പിന്നെ ആദർശിന് കട്ടൻ ചായ വെച്ചു. പിന്നെ ഇന്ന് കൊഴുക്കട്ട ശനിയല്ലേ, അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കട്ടൻ ചായയും കൊഴുക്കട്ടയും കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെ ആവശ്യം പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്രഷ് ബീഫ്, നെയ്യോട് കൂടിയ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
കറി വെക്കണം. അപ്പോൾ ആവശ്യം ചായ കൊടുത്തിട്ട് വേണം കറി വെക്കാനായിട്ട്. പിന്നെന്താണ്, പിന്നെ ഇത്തവണ കറി വെക്കണത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ ബീഫ് കറി വെക്കാൻ പോണത്. കാരണം കുറേ നാളായി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ബീഫ് കറി വെച്ചിട്ട്, അല്ലെങ്കിൽ സാധാ ടൈപ്പാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഉരുളക്കിഴങ്ങിട്ടുള്ള ബീഫ് കറി അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് റെസിപ്പി പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ട് പഠിക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി വിചാരിക്കണോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.